BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ വീക്കിലി ടാസ്ക് വന്നിരിക്കുകയാണ്. ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി എന്ന് പറയുന്നൊരു ടാസ്ക്കാണ് വന്നിരിക്കുന്നത്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഗാർഡൻ ഏരിയയിൽ ഒരു പോഡിയം ഉണ്ടായിരിക്കും. പോഡിയത്തിനുള്ളിൽ റെഡ്, ഗോൾഡ്, ബ്ലാക്ക് എന്നീ 3 നിറങ്ങളിലുള്ള കോയിനുകൾ ഉണ്ടായിരിക്കും. ബ്ലാക്ക് കോയിൻ പണിയാണ്. ബ്ലാക്ക് കോയിൻ കിട്ടുന്നവർക്ക് എന്തായാലും ഒരു 7ൻ്റെ പണി ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരിക്കും. ഗോൾഡ് കോയിൻ എന്ന് വെച്ചാൽ സൂപ്പർ പവറാണ്. അതെന്താണെന്ന് ഇതുവരെ ബിഗ് ബോസ് അറിയിച്ചിട്ടില്ല. പിന്നെ റെഡ് കോയിൻ കിട്ടുന്നവർക്ക് എണ്ണം കൂട്ടാം. അങ്ങനെ 3 നിറത്തിലുള്ള കോയിൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പല റൗണ്ടുകളായിട്ടായിരിക്കും ഈ ഗെയിം നടക്കുന്നത്. ബസർ ടു ബസർ ഗെയിമാണ് വരുന്നത്. പോഡിയത്തിൽ നിന്ന് എടുക്കുന്ന കോയിനുകൾ തിരിച്ച് നിക്ഷേപിക്കാനും സാധിക്കില്ല. എന്തായാലും പണിപ്പുര ടാസ്കിനെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള വീക്കിലി ടാസ്ക് ആണെന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് കോയിൻ കിട്ടിയത്. അതിൽ അഭിലാഷിന് ഒരു ബ്ലാക്ക് കോയിൻ കിട്ടി. റെന ഫാത്തിമയ്ക്കും ഒരു ബ്ലാക്ക് കോയിനാണ് കിട്ടിയിരിക്കുന്നത്. ബിന്നിക്ക് 5 റെഡ് കോയിനാണ് കിട്ടിയിരിക്കുന്നത്. ആര്യനും 3 റെഡ് കോയിൻ, അക്ബറിന് 1 ഗോൾഡ് കോയിനും 4 റെഡ് കോയിനുമാണ് കിട്ടിയിരിക്കുന്നത്. ജിസേലിന് 2 റെഡ് കോയിനുകളാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും വീക്കിലി ടാസ്കിൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ 6 പേർക്ക് മാത്രമാണ് കോയിനുകൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ അഭിലാഷിനും റെനയ്ക്കും ബ്ലാക്ക് കോയിനാണ്, അതായത് പണിയുടെ കോയിനാണ് കിട്ടിയിരിക്കുന്നത്. പോഡിയത്തിനുള്ളിൽ 2 കോയിനുകൾ ബാലൻസ് ഉള്ളത് കൊണ്ടും ഭൂരിഭാഗം പേർക്കും കോയിനുകൾ ലഭിക്കാത്തത് കൊണ്ടും ബിഗ് ബോസ് രണ്ടാമതൊരു ചാൻസും കൂടി കോയിനുകൾ കിട്ടാത്ത കണ്ടസ്റ്റൻസിന് നൽകി. ഈ സെക്കൻഡ് ചാൻസിലും കോയിനുകൾ ലഭിക്കാത്തവർ ഈ വീക്കിലി ടാസ്കിൽ നിന്നും പുറത്താകുന്നതായിരിക്കും. അവർക്ക് ഇനി അടുത്ത റൗണ്ടുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ രണ്ടാമത് കൊടുത്ത ചാൻസിൽ ഷാനവാസിനൊരു റെഡ് കോയിനും അനീഷിനൊരു ബ്ലാക്ക് കോയിനുമാണ് ലഭിച്ചത്. അപ്പോൾ കോയിനുകൾ ലഭിച്ച ഈ 8 പേർക്ക് മാത്രമേ വീക്കിലി ടാസ്കിൻ്റെ അടുത്ത റൗണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കോയിനുകൾ ലഭിക്കാത്ത മറ്റ് 12 പേരിൽ നിന്നായിരിക്കും ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ നടക്കുന്നത്.